27 വർഷത്തിനു ശേഷം ഡൽഹിയിൽ BJP സർക്കാർ അധികാരത്തിൽ. രാംലീല മൈതാനിയിലെ ചടങ്ങിൽ മുഖ്യമന്ത്രിയായി രേഖാ ഗുപ്തയും മന്ത്രിമാരായി 6 പേരും സത്യപ്രതിജ്ഞ ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ ചടങ്ങിനെത്തി. मैं रेखा गुप्ता ईश्वर की शपथ लेती हूं कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूंगी. രേഖാ ഗുപ്ത ഇനി ഡൽഹിയുടെ മുഖ്യമന്ത്രി. ഡൽഹിയുടെ 4ാമത്തെ വനിതാ മുഖ്യമന്ത്രിയും സുഷമ സ്വരാജിന് ശേഷം BJPയുടെ 2ാമത്തെ വനിതാ മുഖ്യമന്ത്രിയുമാണ് രേഖാ ഗുപ്ത. ഉപമുഖ്യമന്ത്രിയായി പർവേഷ് വർമ്മയും മന്ത്രിമാരായി ആശിഷ് സൂദ്, മഞ്ജീന്ദർ സിംഗ് സിർസ, രവീന്ദ്ര ഇന്ദ്രജിത് സിംഗ്, കപിൽ മിശ്ര, പങ്കജ് കുമാർ സിംഗ് എന്നിവരും സത്യപ്രതിജ്ഞ ചെയ്തു. ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേന സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഡൽഹി രാംലീല മൈതാനിയിലെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാർ, NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും ഉപമുഖ്യമന്ത്രിമാരും പങ്കെടുത്തു. സിനിമ, ക്രിക്കറ്റ് താരങ്ങൾ ഉൾപ്പെടെയുള്ളവർക്കും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ക്ഷണമുണ്ടായിരുന്നു. ഡൽഹി ജനതയ്ക്കുള്ള വാഗ്ദാനം സർക്കാർ പാലിക്കുമെന്ന് മുഖ്യമന്ത്രി രേഖാ ഗുപ്തയുടെ ഉറപ്പ്. സ്ത്രീകൾക്ക് പ്രതിമാസം 2500 രൂപ മാർച്ച് 8-ന് വനിതാ ദിനത്തിൽ നൽകി തുടങ്ങുമെന്ന് രേഖാ ഗുപ്ത. തിരഞ്ഞെടുപ്പ് ഫലം വന്ന് 11 ദിവസത്തിന് ശേഷമാണ് BJP മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചത്. 70-ൽ 48 സീറ്റ് നേടിയാണ് BJP ഡൽഹിയുടെ അധികാരം പിടിച്ചത്. 24 ഡൽഹി.